മഹാവിഷ്ണു തൻ്റെ വാമനാവതാര വേളയിൽ ത്രിവിക്രമനായി വളർന്നപ്പോൾ ഒരു പാദം സത്യലോകത്തിലെത്തി. ഇത് കണ്ട ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിൽ നിന്ന് തീർത്ഥമെടുത്ത് വാമന ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥജലം അവിടെ നിന്നും ഒഴുകി ഭൂമിയിൽ പതിച്ചു. ഭഗവാന്റെ പാദത്തിൽ കൂടി ഒഴുകിയ തീർത്ഥം തിരുപാദം കഴുകിയ ആറായിത്തീർന്നു. അത് തിരുപാദയാറും തൃപ്പാദയാറും പിന്നീട് തൃപ്രയാറുമായി മാറി. കേരളത്തിലെ പ്രശസ്തവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ. തൃശ്ശൂർ ജില്ലയിൽ നാട്ടിക പഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിക്കരയിൽ കിഴക്കോട്ട് അഭിമുഖമായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരവും പൂർണ്ണാവതാരവുമായ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും സമേതനായി ഖരദൂഷണ ത്രിശിരസുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ചതിന് ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിൽ വരുന്ന ആദ്യ ക്ഷേത്രമാണിത്. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക പ്രളയജലത്തിൽ മുങ്ങി. ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെച്ച് പൂജിച്ചാരാധിച്ചിരുന്ന ശ്രീരാമചന്ദ്രൻ്റെയും അനുജന്മാരുടെയും വിഗ്രഹങ്ങൾ പ്രളയജലത്തിൽ ഒഴുകി നടന്നു. തൃപ്രയാറിനടുത്ത് കയ്പമംഗലം ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കിയിൽ കൈമൾ എന്ന ആൾക്ക് ഈ വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി സ്വപ്ന ദർശനമുണ്ടായി. ഇതേസമയം കടലിൽ മത്സ്യബന്ധനത്തിന് പോയ അരയർക്ക് വലയിൽ ഈ 4 വിഗ്രഹങ്ങൾ കിട്ടി. അവർ അത് നാട്ടുപ്രമാണിയായ വാക്കിയിൽ കൈമൾക്ക് സമ്മാനിച്ചു. ഈ വിഗ്രഹങ്ങൾ ദേവഹിതമനുസരിച്ച് 4 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ശ്രീരാമസ്വാമിയെ തൃപ്രയാറും, ഭരതസ്വാമിയെ ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യത്തും, ലക്ഷ്മണസ്വാമിയെ മാളക്കടുത്ത് തിരുമൂഴിക്കുളത്തും, ശത്രുഘ്നൻ സ്വാമിയെ പായമലും പ്രതിഷ്ഠിച്ചു. കർക്കിടകം രാശിയിൽ അവതരിച്ച ഈ 4 ദാശരഥികളെയും ഒരു ദിവസം കർക്കിടക മാസത്തിൽ ദർശനം നടത്തുന്നത് പരമപുണ്യമായി ഭക്തജനങ്ങൾ വിശ്വസിച്ച് ആരാധിച്ചു പോരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ചതുർബാഹുവായ ശ്രീരാമസ്വാമിയാണ്. ശ്രീരാമസ്വാമിയെ കൂടാതെ ഗണപതി, ദക്ഷിണാമൂർത്തി, ഗോശാലകൃഷ്ണൻ, ശാസ്താവ്, ചാത്തൻ എന്നിവരും കുടികൊള്ളുന്നു. ശ്രീരാമസ്വാമിയുടെ മുൻപിൽ അമ്പും വില്ലും സമർപ്പിച്ച് തൊഴുന്നത് ഉത്തമമായ വഴിപാടാണ്. ക്ഷേത്ര കടവിൽ മീനൂട്ട് വഴിപാടും വെടി വഴിപാടും പ്രധാനപ്പെട്ട വഴിപാടുകളാണ്.